ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ യൂണിറ്റ് 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് പ്രൊട്രാക്ടർ. 90 ഡിഗ്രി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളാണ്. 90 ഡിഗ്രി ആദ്യം വരച്ച് പഠിക്കണം. അതിനുശേഷം 90 ഡിഗ്രിക്ക് കുറവുള്ള ആംഗിൾസ് എങ്ങനെയുണ്ടാവും, അതുപോലെ തന്നെ 90 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിൾസ് 110, 120 അതെങ്ങനെയുണ്ടാവും എന്നാണ് 1, 2, 3 ക്വസ്റ്റ്യൻസിൽ ടീച്ചർ കാണിച്ചിട്ടുള്ളത്. ബ്ലൂ കളർ പാർട്ട് അത് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രിക്ക് കുറവുള്ള ആംഗിൾസും മുകളിലുള്ള ആംഗിൾസും എങ്ങനെയുണ്ടാവുമെന്ന് വരച്ച് പഠിക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടത് പേജ് നമ്പർ 14 4 പിക്ചേഴ്സാണ്. അത് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ആംഗിൾ മെഷർ ചെയ്ത് ഇതുപോലെ തന്നെ വരച്ച് ആ 4 ക്വസ്റ്റ്യൻസും വരച്ച് പഠിക്കണം. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. സർക്കിളിനെ 6 പാർട്സാണ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. 6 പാർട്സ് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഉത്തരം 60 ആണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക, പ്രൊട്രാക്ടർ കൊണ്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, ആ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് കോമ്പസ് കൊണ്ട് വെട്ടുക, എന്നിട്ട് സ്കെയിൽ കൊണ്ട് യോജിപ്പിക്കുക. ഇത് നമ്മൾ ഓൾറെഡി നോട്ടിൽ വരച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 6 ഭാഗമാക്കണം സർക്കിളിന്. ക്ലിയർ ആയില്ലേ? ഇതാണ് 6 പാർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിളിനെ 5 പാർട്സ് ആക്കാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5. സോ ദ ആൻസർ ഈസ് 72 ഡിഗ്രി. ഇതേപോലെ സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക, പ്രൊട്രാക്ടർ കൊണ്ട് 72 ഡിഗ്രി എടുത്തിട്ട് ആ മെഷർമെൻറ്റ് കോമ്പസ് കൊണ്ട് 4 വട്ടം നമ്മൾ വെട്ടണം. അപ്പോൾ 5 പാർട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ 72 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ 5 പാർട്സ് ആക്കാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പേജ് നമ്പർ 18 ഈ 4 പാറ്റേൺ ആണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പെൻറ്റഗൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അതിൻ്റെ ഉള്ളിൽ സ്റ്റാറുകൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ നോട്ട്ബുക്കിൽ വരച്ചിട്ട് അത് നോക്കി പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ആംഗിൾ അവർ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ട് ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ആംഗിൾ തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ടുള്ളത് 20 ഡിഗ്രി എന്നാണ്. അപ്പോൾ ആ 20 ഡിഗ്രിക്ക് നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക? 20 ഡിഗ്രി ബൈ 360 ഡിഗ്രി. കണ്ട 20 ബൈ 360. ഇവിടെ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2/36 കിട്ടും. 2/36 ഈവൺ നമ്പേഴ്സാണ് രണ്ടും, അല്ലേ? അപ്പോൾ 2ൻ്റെ പകുതി 1, 36ൻ്റെ പകുതി 18 എടുക്കാം. മുകളിൽ ഫ്രാക്ഷനിൽ 1 വരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തടുത്ത നമ്പർ വന്നാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂമറേറ്ററിൽ 4, ഡിനോമിനേറ്റർ 5 ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂമറേറ്റർ 1 വന്നാലും സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് പറയണത് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ആ ഫ്രാക്ഷന് നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ആ ഫ്രാക്ഷനെ ആംഗിളായി മാറ്റിയിട്ട് ആ ആംഗിൾ നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ വരച്ച് ഷെയ്ഡ് ചെയ്യണം. അതാണ് ആ ക്വസ്റ്റ്യൻ. മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ബിലോ ആസ് പാർട്ട് ഓഫ് സർക്കിൾ ആൻഡ് കളർ ദ പിക്ചർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/8 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 3/8 ഇൻറ്റു 360. ഓക്കെ, അപ്പോൾ 3/8 ഇൻറ്റു 360 എത്രയാണ്? നമുക്കറിയാം 1080 ആണ്. താഴെ 8 ഉണ്ട്. അപ്പോൾ 1080, 8 രണ്ട് ഈവൺ നമ്പറാണ്. പകുതിയാക്കുക. 540/4. വീണ്ടും അതിൻ്റെ പകുതി എടുക്കുക. 270/2. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 135. 270/2 എന്നുള്ളത് ഉത്തരം 135 ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ 135 ഡിഗ്രി എന്നുള്ളത് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ഒരു സർക്കിൾ വരച്ച് റേഡിയസ് വരച്ച് 135 പ്രൊട്രാക്ടർ കൊണ്ട് എടുക്കേണ്ടതാണ്. 135 ഡിഗ്രി വരച്ച് പ്രൊട്രാക്ടർ കൊണ്ട് എടുത്തതിന് ശേഷം ആ പോർഷൻ നമ്മൾ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഫ്രാക്ഷൻ ഇപ്പോൾ ഡിഗ്രി ആക്കേണ്ടത്. ഫ്രാക്ഷൻ ഡിഗ്രി ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷൻ ഇൻറ്റു 360 ചെയ്യുക. അതിൻ്റെ ആൻസറാണ് നമുക്ക് ഡിഗ്രി ആയിട്ട് കിട്ടുന്നത്. ആ ആൻസർ നമ്മൾ സർക്കിളിൽ മാർക്ക് ചെയ്യുക, ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഗ്രി കണ്ടുപിടിച്ച് നിർത്താം.